Hello dear friends, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. HSST ഫിസിക്സിൻ്റെ എക്സാം മെയ് 14 അതിലേക്കുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വെരി ഫസ്റ്റ് ലെക്ചർ സിലബസിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ലീനിയർ വെക്ടർ സ്പേസ് ആൻഡ് ഹിൽബർട്ട് സ്പേസ്. ഈ എക്സാമിലേക്കുള്ള ഒരു ക്രാഷ് ബാച്ച് അധ്യാപകർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അധ്യാപകർക്ക് വേണ്ടിയുള്ളൊരു ക്രാഷ് ബാച്ച് ഈ വെക്കേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 6 തീയതിയാണ് എന്ന് പറഞ്ഞാൽ ഈ തിങ്കളാഴ്ചയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് മെയ് 14 വരെ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ ഏകദേശം 1000-ഓളം MCQs ഡിസ്കസ് ചെയ്യും. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നൊരു ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ്സുകളിൽ നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം നന്നായി പഠിക്കാൻ അവസരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാം വരെ കുറച്ച് സമയം ചിലവഴിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ പോർഷൻ ഒന്നും കവർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിലെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരട്ടെ. ലീനിയർ വെക്ടർ സ്പേസിനെ കുറിച്ചും ഹിൽബർട്ട് സ്പേസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുക, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഒന്നാമതായിട്ട് നമുക്ക് ലീനിയർ വെക്ടർ സ്പേസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ വെക്ടർ സ്പേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. 11th ക്ലാസ്സിലാണ് നമ്മൾ ആദ്യമായിട്ടുള്ള വെക്ടർ സ്പേസ് പഠിക്കുന്നത്. അവിടെ നമ്മൾ XYZ ആക്സിസും അവിടെ വെക്ടേഴ്സൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു XYZ യൂക്ലിഡിയൻ സ്പേസ് എന്നാണ് അതിനെ പറയാം. X ആക്സ്, Y ആക്സ്, Z ആക്സ് അല്ലേ. അതിൽ നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് പറയാറുണ്ട് അല്ലേ. ഐ ക്യാപ്പ് ഇവിടെ, ജെ ക്യാപ്പ്, അതേപോലെ കെ ക്യാപ്പ്, IJK എന്നുള്ള യൂണിറ്റ് വെക്ടേഴ്സ് പറയാം. യൂണിറ്റ് വെക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഏതൊരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഏതൊരു വെക്ടറിനെ യൂണിറ്റ് വെക്ടേഴ്സ് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു വെക്ടറാണെന്നായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് യൂണിറ്റ് വെക്ടേഴ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതൊരു ജനറലി ഒരു വെക്ടർ ആണെങ്കിൽ നമുക്ക് അതിനെ ഇപ്പോൾ ലൈക്ക് 2i + 3j + 4k എന്ന് എഴുതാമെന്നിരിക്കും. അപ്പോൾ ഈ യൂണിറ്റ് വെക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ജനറലി നമ്മളിപ്പോൾ എ വെക്ടർ ആണെങ്കിൽ, ഇപ്പോൾ എ വെക്ടർ ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ, a1i + a2j + a3k. നമ്മൾ ഈ a1, a2, a3 നമ്മൾ കമ്പോണൻസ് വിളിക്കുക അല്ലേ, കമ്പോണൻസ് ഓഫ് ദ വെക്ടർ അല്ലേ. ഇത് X കമ്പോണൻറ്റ്, ഇത് Y കമ്പോണൻറ്റ്, Z കമ്പോണൻറ്റ്. അപ്പോൾ കമ്പോണൻസിൻ്റെ ഈ സാധാരണ രീതിയിൽ നമുക്കറിയാം a1, a2, a3 എന്നുള്ളത് ഇതിൻ്റെ വാല്യൂസ് റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് 3 ഡയമെൻഷനിലാണ്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, n ഡയമെൻഷണൽ സ്പേസ് ആക്കാം. നമ്മൾ പഠിച്ച 3 ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് എന്നുള്ളത് ലീനിയർ വെക്ടർ സ്പേസിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. അതിന് കൂടുതൽ നമുക്ക് ജനറലൈസ് ചെയ്യാം. ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ n ഡയമെൻഷണൽ സ്പേസും അതുപോലെ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ലീനിയർ വെക്ടർ സ്പേസ് പറഞ്ഞിട്ട് ഹിൽബർട്ട് സ്പേസിലേക്കാണ് പോകുന്നത്. ഹിൽബർട്ട് സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷനിലാകാം, ഇൻഫൈനൈറ്റ് ഡയമെൻഷനിലാകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഉള്ളത് ഒരു വെക്ടർ സ്പേസിൽ മെയിനായിട്ടുള്ളത് ബേസിസ് വെക്ടേഴ്സ് ഉണ്ട്, പ്ലസ് എന്താ ഇങ്ങനെ ഇത് നമ്മൾ പറഞ്ഞില്ല, റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റും കൂടിയുണ്ട്. ഇവിടെ സാധാരണ യൂക്ലിഡിയൻ സ്പേസിലാണ് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റും കൂടിയുണ്ട്. സെറ്റ് ഓഫ് a1, a2, a3 etc. അത് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് ഒരു ലീനിയർ വെക്ടർ സ്പേസിൻ്റെ ഒരു പിക്ചർ. ഇതിനെ നമുക്ക് ഡയമെൻഷൻസ് മാത്തമാറ്റിക്കലി കുറേ കൂടി ഡയമെൻഷൻസ്, ഇപ്പോൾ 3 ഡയമെൻഷൻ നമുക്കത് പിക്ചറൈസ് ചെയ്യാൻ പറ്റില്ല. ഹയർ ഡയമെൻഷൻസ് ഇപ്പോൾ n ഡയമെൻഷനൊന്നും പിക്ചറൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കത് അബ്സ്ട്രാക്റ്റ് സ്പേസ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, വെക്ടേഴ്സ് വിച്ച് ക്യാൻ ബി ആഡഡ് ടുഗദർ ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ സ്കാലർ നമ്പേഴ്സ്. അപ്പോൾ വെക്ടേഴ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഇതാണ്. ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് എലമെന്റ്. ലീനിയർ വെക്ടർ സ്പേസ് എന്താണെന്ന് വെച്ചാൽ സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. അവിടെ വെക്ടേഴ്സ് ഉണ്ട്, മാത്രമല്ല ഈ വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഈ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം സ്കാലർ പ്രൊഡക്റ്റ് എന്നുള്ള ആ കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്, ബൈ സ്കാലേഴ്സ്. ഇവിടെ സ്കാലർ പ്രൊഡക്റ്റും അല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെക്ടറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇപ്പോൾ ലൈക്ക് നമ്മൾ ഇവിടെ ഇപ്പോൾ C1 അല്ലെങ്കിൽ C × A ചെയ്താൽ, അപ്പോൾ എ വെക്ടറിനെ C കൊണ്ട് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക. അതാ ഉദ്ദേശിച്ചത് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. ടു ക്വാളിഫൈ എ വെക്ടർ സ്പേസ് ദി സെറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ സെവറൽ ആക്സിയംസ്. ഒരു വെക്ടർ സ്പേസിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 വെക്ടർ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടുന്ന വെക്ടർ എന്ത് വേണം? ഈ വെക്ടർ സ്പേസിൽ തന്നെ ഉണ്ടായിരിക്കണം. അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി.
എയും ബിയും ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് സി എന്നൊരു വെക്ടർ കിട്ടി. ആ സി എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ് വെക്ടർ സ്പേസ്. ഈ വെക്ടർ സ്പേസിൽ തന്നെ എലമെൻ്റ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ആ സ്പേസ് ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വെക്ടറിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു സ്കാലാർ നമ്പർ കൊണ്ട് ഇപ്പോൾ 2 ഇൻറ്റു എ ചെയ്തു, അല്ലെങ്കിൽ 10 ഇൻറ്റു എ ചെയ്തു. അപ്പോൾ ആ കിട്ടുന്ന വെക്ടർ ഉണ്ടല്ലോ, അത് ബി ആണെന്നായിരിക്കും. ദാറ്റ് ഷുഡ് ഇൻവോൾവ് ഇൻ ദിസ് വെക്ടർ സ്പേസ്. മനസ്സിലായി? അതും ഈ വെക്ടർ സ്പേസിലൊരു എന്താ പറയുക, വെക്ടർ ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയാം. കമ്മ്യൂട്ടേറ്റിവിറ്റി ആൻഡ് അസോസിയേറ്റിവിറ്റി. കമ്മ്യൂട്ടേറ്റിവ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എ പ്ലസ് ബി, ഇത് ഈ കെറ്റ് എ എന്നുള്ള നൊട്ടേഷൻ, അത് കെറ്റ് എ എന്നാണ് വായിക്കുക. കെറ്റ് എ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. കെറ്റ് എ എന്നാണ് വായിക്കുക. ഇത് ഡിറാക്കിൻ്റെ നൊട്ടേഷനാണ്, പോൾ ഡിറാക്കിൻ്റെ നൊട്ടേഷനാണ്. ഡിറാക്ക് ഇങ്ങനെ എഴുതിയാൽ കെറ്റ് ചെയ്യുന്ന, ഇങ്ങനെ എഴുതിയാൽ ബ്രാ എ എന്നാണ് വായിക്കുക. ബ്രാക്കറ്റ് നൊട്ടേഷൻ. ബ്രാക്കറ്റ് എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബ്രാ ആൻഡ് കെറ്റ് എന്നാക്കിയിട്ടുള്ളതാണ് ബ്രാക്കറ്റ് നൊട്ടേഷൻ. അപ്പോൾ കെറ്റ് എ പ്ലസ് കെറ്റ് ബി, നോർമലി വെക്ടറിനെ നമ്മൾ കെറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് ബ്രാ വെക്ടർ ആയിട്ട് വരുന്നത്. മനസ്സിലായ? ഇപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണിത്, കോംപ്ലക്സ് കോൺജുഗേറ്റ്. ഓക്കെ, കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ്ഡ് കോൺജുഗേറ്റ് ആണ്. ട്രാൻസ്പോസ്ഡ് കോൺജുഗേറ്റ് ആണ് ബ്രാ എ ആയിട്ട് വരുന്ന ഒരു വെക്ടറിൻ്റെ. ഓക്കെ, ട്രാൻസ്പോസ്ഡ് കോൺജുഗേറ്റ്. അപ്പോൾ ഇവിടെ യെസ്, പിന്നെ ഇത് അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റിവിറ്റിയും നമുക്കറിയാലോ, അസോസിയേറ്റീവ് ആണ്. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്. കമ്മ്യൂട്ടേറ്റിവിറ്റി എന്താ? രണ്ട് വെക്ടർ ആഡ് ചെയ്യുമ്പോൾ ഓർഡർ പ്രശ്നമല്ല, എ പ്ലസ് ബി, ബി പ്ലസ് എ സെയിം ആണ്. അതുപോലെ അസോസിയേറ്റിവിറ്റി ഉണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ഒരു ഐഡൻറ്റി, സാധാരണ ഇവിടുത്തെ നമുക്കറിയാം അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സീറോ വെക്ടർ ആണ്. നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ. സീറോ വെക്ടർ ഏത് വെക്ടറിൻ്റെ കൂടെ ആഡ് ചെയ്താലും അതേ വെക്ടർ കിട്ടും. ഇപ്പോൾ എയുടെ കൂടെ സീറോ വെക്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എ വെക്ടർ ഇറ്റ് സെൽഫ്. അല്ലെങ്കിൽ സീറോ വെക്ടറിൻ്റെ കൂടെ വെക്ടർ ആഡ് ചെയ്താലും കിട്ടും. ഇതാണ് ഐഡൻറ്റിറ്റിയുടെ ഡെഫിനിഷൻ. അതുപോലെ ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ എയുടെ കൂടെ മൈനസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഐഡൻറ്റിറ്റി വെക്ടർ കിട്ടും, സീറോ വെക്ടർ കിട്ടും. അതാണ് ഇൻവേഴ്സിൻ്റെ കൺസെപ്റ്റ്. അതുപോലെ സ്കാലാർ ഡിസ്ട്രിബ്യൂഷൻ. മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കാലാർസ് മസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ഓവർ ബോത്ത് വെക്ടർ അഡീഷൻ ആൻഡ് സ്കാലാർ അഡീഷൻ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതിങ്ങനെ എ പ്ലസ് ബി എന്നുണ്ട് തിരിക്കുക. അപ്പം നമുക്ക് സി ഇൻറ്റു എ ചെയ്യാം, പ്ലസ് സി ഇൻറ്റു ബി ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ അതിനെ എന്താ പറയുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ബേസ് ആൻഡ് ഡയമെൻഷൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഐ ജെ കെ, നമ്മൾ സാധാരണ യുക്ലിഡിയൻ സ്പേസ് അല്ലെങ്കിൽ 3 ഡയമെൻഷൻ സ്പേസിൻ്റെ ബേസിസ് വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഐ ജെ കെ ആണ്. ഐ ജെ കെ എന്നുള്ള സെറ്റാണ്. ഈ ഐ ജെ കെ എന്നുള്ള സെറ്റ് എന്താണ്? അവർ ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആണ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറയണത് ഇവർ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഐ ഈസ് പെർപെൻഡിക്കുലർ ടു ജെ ആൻഡ് ജെ ഈസ് പെർപെൻഡിക്കുലർ ടു കെ. ഓക്കെ, ഐ ജെ കെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോഴാണ് നമ്മളത് അവർ പറയുക അത് ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ ബേസ് ആൻഡ് ഡയമെൻഷൻസ്, എ സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ദാറ്റ് സ്പാൻസ് ദ എൻറ്റയർ സ്പേസ് ഈസ് കോൾഡ് ദ ബേസിസ്. ഇപ്പോൾ ഈ ബേസിസ് വെക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എല്ലാ വെക്ടറുകളെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്പേസിലുള്ള ഏതൊരു വെക്ടറിനെയും നമുക്ക് ബേസിസ് വെക്ടേഴ്സിൻ്റെ ടേംസിൽ എഴുതാം. ഞാൻ നേരത്തെ എ വെക്ടർ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയ പോലെ 2i + 3j + 4k. പക്ഷേ ഈ ബേസിസ് വെക്ടേഴ്സിന് ഐനെ എനിക്ക് ജെയുടെയും കെയുടെയും ടേംസിൽ എഴുതാൻ പറ്റില്ല. ഐ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ജെ ആൻഡ് കെ, ജെ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഐ ആൻഡ് കെ. അങ്ങനെ കെയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അതാണ്. ബേസിസ് വെക്ടേഴ്സ് വെച്ച് എല്ലാ വെക്ടറിനെയും നമുക്ക് എഴുതാൻ പറ്റും. ഈ ബേസിസ് വെക്ടർ എത്ര, ഇപ്പോൾ നമ്മൾ ഐ ജെക്ക് എന്നുള്ളത് ബേസ് വെക്ടേഴ്സ് 3 എണ്ണല്ലേ, അതുകൊണ്ടാണ് 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ബേസ് വെക്ടേഴ്സിൻ്റെ എണ്ണാണ് ഡയമെൻഷൻ ഓഫ് ദ സ്പേസ്. ഓക്കെ, ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ അവിടെ ലീനിയർ വെക്ടർ സ്പേസ് എന്നുള്ളത് ഹിൽബർട്ട് സ്പേസ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലീനിയർ വെക്ടർ സ്പേസ് എന്നുള്ളത് ഹിൽബർട്ട് സ്പേസ് ആണ്. നമ്മൾ പഠിക്കുന്ന വേവ് ഫങ്ഷൻസ് ഒക്കെ ഈ ഹിൽബർട്ട് സ്പേസിൻ്റെ മെമ്പേഴ്സാണ്. അപ്പോൾ ഹിൽബർട്ട് സ്പേസിലെ മെമ്പേഴ്സ് എന്നുള്ളത് സിംപ്ലി ഇങ്ങനെയുള്ള റിയൽ നമ്പറും ബേസിസ് വെക്ടേഴ്സും മാത്രം വരുന്ന വെക്ടേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ നമുക്കറിയാം 2, 3, 4 ഒക്കെ റിയൽ നമ്പേഴ്സാണ്. അതുപോലെ ഇത് ബേസിസ് വെക്ടേഴ്സാണ്. അതുമാത്രമല്ല ഇവിടുത്തെ ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് ആകാം. ഇപ്പോൾ ലൈക്ക് 2i +, ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് കോംപ്ലക്സ് നമ്പറിൽ ഐ ആണ്, അയോട്ടയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 2i + 4 എന്നുള്ളൊരു ഇതോ. അപ്പോൾ അല്ലെങ്കിൽ അതൊരു ഫംഗ്ഷൻ, എക്സിൻ്റെ ഫംഗ്ഷനോ ഒക്കെ വരാം. 2xi + 4 അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇത് കോംപ്ലക്സ് നമ്പർ ആകാൻ പറ്റും. ഓക്കെ,
ഈ 2, 3, 4 വരെ കോംപ്ലക്സ്. അപ്പോൾ കോംപ്ലക്സ് സ്പേസിൽ ആണ് നമുക്ക് പറയാം ഹിൽബർട്ട് സ്പേസ്. അപ്പോൾ അവിടുത്തെ ഈ നമ്പേഴ്സ് എന്നുള്ളത് കോംപ്ലക്സ് ഫീൽഡാണ്. മാത്രമല്ല ഇവിടെ ഒരു ഇന്നർ പ്രോഡക്റ്റ്, ഇതിന് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് പറയാം. ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇന്നർ പ്രോഡക്റ്റ് ഫങ്ഷൻസ് വരുമ്പോൾ ഇവിടെ വരുന്ന ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇത് ഡിറാക് നൊട്ടേഷനിൽ എഴുതുമ്പോൾ ബ്രാ ഫൈ ആൻഡ് കെറ്റ് സൈ. അപ്പോൾ ഫൈ എന്നുള്ള സ്റ്റേറ്റ് വെക്ടറും സൈ എന്നുള്ള സ്റ്റേറ്റ് വെക്ടറും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണത്. അപ്പോൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻഡ് ആയിരിക്കണം. ഹിൽബർട്ട് സ്പേസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ് ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ആയിരിക്കണം. ഇന്നർ പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്നർ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരേ വെക്ടർ തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് സൈയും തമ്മിൽ ഇന്നർ പ്രോഡക്റ്റ് ചെയ്താൽ എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ നമുക്കറിയാം ഇത് തരിക മോഡ് സൈ സ്ക്വയർ ആണ് അല്ലേ. നമ്മൾ സിംപ്ലി എ ഡോട്ട് എന്നുള്ളത് എന്താ, എ സ്ക്വയർ അല്ലേ. എ സ്ക്വയർ എ ഇൻറ്റു കോസ് തീറ്റ അല്ലേ. അപ്പോൾ എ സ്ക്വയർ കിട്ടാം. അപ്പോൾ എ കിട്ടാൻ എന്ത് ചെയ്യണം, ഈ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ. ഈ കിട്ടുന്ന റൂട്ട് ഓഫ് എ ഡോട്ട് എന്ന് എഴുതുന്ന പോലെയാണ് ഇവിടെ ഈ ഇന്നർ പ്രോഡക്റ്റിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നോം കിട്ടും, അല്ലെങ്കിൽ ആ വെക്ടറിൻ്റെ ലെങ്ത്ത് കിട്ടും, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കിട്ടും. മോഡുലസ് ഓഫ് സൈ, ഈ രണ്ട് മോഡുലസ് വരയ്ക്കുന്ന നോം എന്നുള്ള റെപ്രസെൻറ്റേഷന് വേണ്ടിയാണ്. സോ നോം സൈ എന്നുള്ളത് റൂട്ട് ഓഫ് സൈ ആണത് ആ വെക്ടറിൻ്റെ മോഡുലസ് ഉള്ള മീനിങ്. നമ്മൾ സാധാരണ പഠിക്കുന്ന ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി ഇന്നർ പ്രോഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഓർത്തോഗണാലിറ്റി എന്താണെന്ന് വെച്ചാൽ രണ്ട് വെക്ടേഴ്സിൻ്റെ ഓർത്തോഗണലാണെന്ന് പറയാം. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയില്ലേ, ആ അർത്ഥമാണ്. രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണലാണെങ്കിൽ അവർ തമ്മിൽ ഇന്നർ പ്രോഡക്റ്റ്, ഇപ്പോൾ ഫൈയും സൈയും ഓർത്തോഗണലാണെങ്കിൽ അവർ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കണം. അതാണ് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ. അത് മനസ്സിലാക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നോം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇവിടെ നമ്മൾ സിംപ്ലി ഇങ്ങനെ വരുന്ന എന്താ പറയുക കോൺസ്റ്റൻറ്റ് വെക്ടേഴ്സ് മാത്രമല്ല. സാധാരണ നമ്മൾ പറയുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വെക്ടറാണ്, വേരിയബിൾ ആയിട്ട് വരാം. ഞാനിവിടെ പറഞ്ഞ പോലെ 2xi + 4o. അപ്പോൾ ഓരോ ബേസിസ് വെക്ടറിൻ്റെയും കൂടെ നമുക്കൊരു ഫങ്ഷൻ വരാം. ഓക്കെ, ഫങ്ഷൻ സ്പേസ് ആണത്, ഫങ്ഷൻ സ്പേസ് ആണ്. ഓക്കെ, വേവ് ഫങ്ഷൻ എന്നല്ലേ നമ്മൾ പറയാം, വേവ് ഫങ്ഷൻ എന്ന് പറയാം. പിന്നെ IJK എന്നല്ല നമ്മൾ ബേസ് വെക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുക, അതിലേക്കെല്ലാം നമുക്ക് വരാം. അപ്പോൾ പിന്നെ ഒരു കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് വെക്ടർ, ഇപ്പോൾ നമ്മൾ ആലോചിച്ച് രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വെക്ടർ ഈ ഹിൽബർട്ട് സ്പേസിൽ തന്നെ വേണം. ഓക്കെ, നമ്മൾ ഈ കംപ്ലീറ്റ്നെസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. കംപ്ലീറ്റ്നെസ് എന്നുള്ളത് ദിസ് എ ഡിഫൈനിങ് ടെക്നിക്കൽ ഫീച്ചർ ഓഫ് ഹിൽബർട്ട് സ്പേസ്. ഇറ്റ് മീൻസ് ദാറ്റ് എവറി കോഷി സീക്വൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ ദ സ്പേസ് കൺവെർജസ് ടു എ ലിമിറ്റ് that is also within the space. Essentially there are no holes in the space. എന്ന് പറഞ്ഞാൽ ഈ സ്പേസിൽ ഉൾപ്പെടാത്ത ഫങ്ഷൻസ് ഒന്നുമില്ല. ഈ കംപ്ലീറ്റ്നെസ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ വേറെടുത്ത് കംപ്ലീറ്റ്നെസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഹിൽബർട്ട് സ്പേസിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതുമ്പോൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഹിൽബർട്ട് സ്പേസിനെ നമുക്ക് കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് പറയാം. ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്. ആ കംപ്ലീറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ കംപ്ലീറ്റ്നെസ് എടുത്ത് പറയുമ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഈ പോളിനോമിയൽസിൻ്റെ ഒരു സെറ്റ് എടുക്കാമെന്നായിരിക്കുമോ, അത് ഒരു ബേസിസ് ആയിട്ട് എടുക്കുകയാണ്. പോളിനോമിയൽസിൻ്റെ 1 എന്ന് പറഞ്ഞാൽ x⁻0 ആണ് കേട്ടോ. x⁻1, x², x³ ഇങ്ങനെയുള്ളൊരു സെറ്റ്, x⁻n വരെയുള്ള, അല്ലെങ്കിൽ അതെ x⁻n വരെയുള്ളൊരു സെറ്റ്. അപ്പോൾ ഈ സെറ്റ് ഉപയോഗിച്ച് നമുക്ക് e⁻x ഉണ്ടാക്കാം. 1 + x + x²/2 ഫാക്ടോറിയൽ + x³ 3 ഫാക്ടോറിയൽ + x⁻4/4 ഫാക്ടോറിയൽ. ഇതൊരു പോളിനോമിയലാണ് അല്ലേ. 2 ഉണ്ടെങ്കിൽ പോളിനോമിയല, 3 ഉണ്ടെങ്കിൽ പോളിനോമിയല, ഇതൊരു പോളിനോമിയല, 4 പോളിനോമിയലാണ്. പക്ഷെ ഇത് ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് മാറുമ്പോൾ ഇത് e⁻x ആണ്. e⁻x ഒരു പോളിനോമിയലല്ല. അപ്പോൾ നമ്മൾ ഈ 1 + x + x²/2 ഫാക്ടോറിയൽ ഇതൊക്കെ പോളിനോമിയൽസ് ആണ്. അത് ഈ പോളിനോമിയൽ സ്പേസിൻ്റെ ഉള്ളിലാണ്. ഞാൻ അതിനെ പോളിനോമിയൽ സ്പേസ് എന്ന് വിളിച്ചോട്ടെ, അതിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഇതിങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ x³ 3 ഫാക്ടോറിയൽ ആഡ് ചെയ്ത് പോകുമ്പോൾ ഇത് ഇൻഫിനിറ്റി വരെ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് e⁻x.
ഇ റേസ് ടു എക്സ് എന്നുള്ളത് സംവെയർ ഔട്ട്സൈഡ് ദിസ് പോളിനോമിയൽ സ്പേസ്. അത് പോളിനോമിയൽ അല്ല, മനസ്സിലായി? അപ്പോൾ നമുക്ക് ഈ ബേസിസ് കൊണ്ട് അത് ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് മാറുമ്പോൾ അത് ഇ റേസ് ടു എക്സ് ആണ്, പക്ഷെ അത് ഈ പോളിനോമിയൽ സ്പേസിലില്ല. ഇറ്റ്സ് ഔട്ട്സൈഡ് ദ പോളിനോമിയൽ സ്പേസ്. അപ്പോൾ നമുക്ക് പറയാം ആ പോളിനോമിയൽ ബേസിസ് എന്നുള്ളത് കംപ്ലീറ്റ് അല്ല. അവിടെ ഇ റേസ് ടു എക്സ് എന്നൊരു ഫംഗ്ഷൻ ഇല്ല. അതുപോലെ സൈൻ എക്സ് ഇല്ല. ഇത് പോളിനോമിയലാണ്, പക്ഷേ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടും സൈൻ എക്സ്. ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദിസ് പോളിനോമിയൽ സ്പേസ്. സൈൻ എക്സ് പോളിനോമിയൽ അല്ല. അതുപോലെ കോസ് എക്സ് ഈ സീരീസ് അത് പോളിനോമിയൽ അല്ല. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷണൽ സ്പേസ് എടുക്കുകയാണ്. അതാണ് ഹിൽബർട്ട് സ്പേസ് അല്ലേ? അവിടെ ഫങ്ഷൻസ് ഉണ്ട്, കോൺസ്റ്റന്റ് വെക്റ്റേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്പേസ് അല്ലേ? സാധാരണ ലീനിയർ വെക്ടർ സ്പേസിനെക്കാളും കുറെ കൂടി ജനറലൈസേഷൻ അല്ലേ? നമ്മൾ സ്റ്റേറ്റ് വെക്ടർ എന്നൊക്കെ പറയുന്നത് വേവ് ഫങ്ഷൻസ് ആണ്. ആ വേവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഫങ്ഷൻസ് ആണ്, ചിലപ്പോൾ അത് സമയത്തിൻ്റെ ടൈമിൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമ്മളതിൻ്റെ അല്ലേ ടൈം ഡിപ്പെൻഡ് പാർട്ടും അതുപോലെ എക്സ് ഡിപ്പെൻഡ് പാർട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുറെ കൂടി ജനറൽ ആയിട്ടുള്ള സ്പേസ് വിച്ച് ഇൻക്ലൂഡ്സ് ഫങ്ഷൻസ്, കോൺസ്റ്റന്റ് വെക്ടേഴ്സ് എക്സെട്ര. അതുപോലെ ഇവിടുത്തെ ആ കമ്പോണൻസ് ഓരോ സ്റ്റേറ്റ് വെക്ടറിൻ്റെയും ഓരോ ബേസിസ് വെക്ടറിൻ്റെയും കൂടെ വരുന്ന ആ കമ്പോണൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ കമ്പോണൻസ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് ഹിൽബർട്ട് സ്പേസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രോപ്പർട്ടിയാണ് ഇന്നർ പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ് ഹിൽബർട്ട് സ്പേസ്. അതുപോലെ നോം എന്നുള്ളത് എന്താ? ഇറ്റ്സ് ലൈക്ക് ദ മോഡുലസ് ഓഫ് എ വെക്ടർ. ആ ഒരു മീനിങ് ആണ്. ഇന്നർ പ്രോഡക്റ്റിൻ്റെ റൂട്ട് എടുക്കുക. സെയിം വെക്ടർ വരുമ്പോഴാണ് നോം കിട്ടുക. ഓർത്തോഗണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രോഡക്റ്റ് 0 വരുമ്പോൾ ഓർത്തോഗണലാന്ന് പറയാം. കംപ്ലീറ്റ്നെസ് ഞാനിപ്പോൾ പറഞ്ഞു. ആ കോഷി സീക്വൻസ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ പോളിനോമിയൽസിൻ്റെ സൈൻ എക്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് തന്നെയാണ്. ഇനി സെപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബേസിസ് വെക്ടേഴ്സ് കൗണ്ടബിൾ ആണെങ്കിൽ നമ്മളതിന് സെപ്പറബിൾ എന്നാണ് പറയാം. കൗണ്ടബിൾ ഓർത്തോനോർമൽ ബേസിസ്. ഓർത്തോനോർമൽ നമ്മൾ പറഞ്ഞില്ലേ ബേസിസ് വെക്ടേഴ്സ്. ഇപ്പോൾ ഐ ജെ കെ ആണല്ലോ നമ്മൾ 3 ഡയമെൻഷനിൽ യൂക്ലിഡിയൻ സ്പേസിൽ പറയുന്ന ഓർത്തോനോർമൽ ബേസിസ്. ഇതൊക്കെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അതുകൊണ്ട് ആ ഓർത്തോനോർമൽ എന്ന് പറയുന്നത്. ഓർത്തോ എന്ന് മീൻസ് പെർപെൻഡിക്കുലറും, നോർമൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ഹിൽബർട്ട് സ്പേസിൻ്റെ ഓർത്തോനോർമൽ ബേസിസ് എന്നുള്ളത് കൗണ്ടബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഓർത്തോനോർമൽ എന്ന് പറയണമെങ്കിൽ നമ്മളിപ്പോൾ സൈ ഐ ഇവർ ഇന്നർ പ്രൊഡക്റ്റ് 2 വേവ് ഫങ്ഷൻസ് അല്ലെങ്കിൽ വെക്ടേഴ്സ്, അവർ ഇന്നർ പ്രൊഡക്റ്റ് ഡെൽറ്റ ഐ ജെ വരണം. ക്രോണക്കൽ ഡെൽറ്റ ഫംഗ്ഷനാണ്. ഐ ഈക്വൽ ചെയ്യുമ്പോൾ 1 അല്ലെങ്കിൽ 0 വരുന്ന. ഓക്കെ. ദിസ് അലൗസ് us ടു റെപ്രസെൻറ്റ് എനി സ്റ്റേറ്റ് ആസ് സം ഓവർ എ ഡിസ്ക്രീറ്റ് സെറ്റ് ഓഫ് ബേസിസ് സ്റ്റേറ്റ്സ്. കുറേ ബേസിസ് സ്റ്റേറ്റ്സ് ഉണ്ട്, അവർ ഡിസ്ക്രീറ്റ് ആണ്, കണ്ടിന്യൂസ് അല്ല, കൗണ്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ സെപ്പറബിലിറ്റി, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് MCQസിലൊക്കെ ചോദിക്കാറുണ്ട്. ലീനിയർ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഹിൽബർട്ട് സ്പേസിലെ ഒബ്സർവബിൾസ് ആക്ട് ആസ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ മൊമെൻ്റ് ആണെങ്കിൽ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. എനർജി, പൊസിഷൻ, അതൊക്കെ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ് ഹിൽബർട്ട് സ്പേസിൽ. അപ്പോൾ ആ ഓപ്പറേറ്റേഴ്സൊക്കെ സ്റ്റേറ്റ് വെക്ടേഴ്സിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐഗൻ വാല്യൂ കിട്ടും. ആ ഐഗൻ വാല്യൂസ് സർട്ടൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫോർ എക്സാമ്പിൾ മൊമെൻറ്റം ഓപ്പറേറ്റർ ആക്ട് ചെയ്താൽ മൊമെൻറ്റം കിട്ടും. എനർജി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് വെക്ടറിൽ ആക്ട് ചെയ്താൽ നമുക്ക് എനർജി കിട്ടും. അപ്പോൾ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഇവിടെ ഹിൽബർട്ട് സ്പേസിൽ. അപ്പോൾ ഹിൽബർട്ട് സ്പേസിലെ പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ യൂണിറ്ററി സ്പേസ് എന്ന് പറയാം. ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്. ഇന്നർ പ്രോഡക്റ്റിൻ്റെ ചില പ്രോപ്പർട്ടീസാണ് ഇവിടെ പറയുന്നത്. ഈ എന്താ 5 സൈഡ് സ്കാലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ്, അത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ അത് തിരിച്ചെഴുതാന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. അപ്പോൾ സൈ ഇപ്പുറത്തേക്ക് വരണം. ബ്രാസൈ കെറ്റ്സൈ ആയി, അതുപോലെ ബ്രാഫൈ എന്നുള്ളത് കെറ്റ്ഫൈ ആയി. അപ്പോൾ ഇത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എ സൈ 1 + ബി സൈ 2 ആകുമ്പോൾ എ പുറത്തെടുത്തിട്ട് ഫൈയും സൈ 1 തമ്മിൽ എന്താ പറയുക ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാം. പിന്നെ ബി പുറത്തെടുത്തിട്ട് ഫൈയും സൈ 2 തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാം. അതാണ് ലീനിയാരിറ്റിയാണ്. ആ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക എന്നുള്ളതാണ് ആ ലീനിയാരിറ്റി. പോസിറ്റീവ് ഡെഫിനിറ്റ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോം കണ്ടുപിടിക്കില്ലേ, നോം സ്കാലർ പ്രോഡക്റ്റ് സൈസ് ഐ എന്നുള്ളത്, അത് > 0 ആണ്. നെഗറ്റീവ് വരാൻ പറ്റില്ല. പോസിറ്റീവ് ഡെഫിനിറ്റ്നെസ് അതും ഇവിടുത്തെ വെക്ടേഴ്സിൻ്റെ ഹിൽബർട്ട് സ്പേസിലെ വെക്ടേഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ. ഇത് 0 വരാം. 0 വരണമെങ്കിൽ സൈസ് 0 വരണം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല.
0 if and only if psi 0. നോം ആൻഡ് മെട്രിക്. നോം നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് നോം എന്നുള്ളത്. കംപ്ലീറ്റ്നെസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ MCQസിലേക്ക് വരികയാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ദ ഹിൽബർട്ട് സ്പേസ്? സയൻറ്റിഫിക് കോഴ്സിന് 2021 ഒരു ക്വസ്റ്റനാണ്. ഹിൽബർട്ട് സ്പേസിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ഹിൽബർട്ട് സ്പേസിനെ പറ്റി ശരിയല്ലാത്ത ഏതാണ്? ഇറ്റ്സ് എ ലീനിയർ സ്പേസ്, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, കറക്റ്റാണ്. ഹാസ് എ ഡിഫൈൻഡ്, ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ, കംപ്ലീറ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്. ആ സെൻറ്റൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ദിസ് എച്ച് ഹാസ് എ ഡിഫൈൻഡ് സ്കാലർ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്കാലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഉണ്ട്, അതും ശരിയാണ്. എച്ച് ഇസ് ഇൻസെപ്പറബിൾ, സെപ്പറബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം സെപ്പറബിൾ ആണെന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ബേസിസ് വെക്ടേഴ്സ് സെപ്പറബിൾ ആണ് എന്ന് പറഞ്ഞാൽ കുറേ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള ബേസിസ് വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്, പക്ഷേ ഇതാണ് നമ്മുടെ ആൻസർ. നോട്ട് ട്രൂ ആണ് നമുക്ക് ആൻസർ ആയിട്ടുള്ളത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓക്കെ, ഇതും സയൻറ്റിഫിക് കോഴ്സ് 2021 ക്വസ്റ്റൻ ആണ്. ബ്രാ മെട്രിക്സ് ഓഫ് ദ കെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡിറാക് നൊട്ടേഷൻ ആണ്. ഈ സൈ എന്നുള്ളത് വെയ് വെക്ടറാണ്. വെക്ടർ നമ്മൾ സാധാരണ മെട്രിക്സ് വഴി എഴുതാറുണ്ട്, അതിൻ്റെ കമ്പൗണ്ട്സ് മെട്രിക്സ് വഴി. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ ഈ ബ്രാ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാ സൈ ആണ്. ബ്രാ സൈ കിട്ടണമെങ്കിൽ ഒന്ന് ഉദ്ദേശിക്കുന്നത് ഈ സൈഡ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അഡ്ജോയിൻ്റ് എന്നൊക്കെ പറയാം. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പോസ് എടുത്തിട്ട് കോൺജുഗേറ്റ് എടുക്കുക, ട്രാൻസ്പോസ് ടു കോൺജുഗേറ്റ് അങ്ങനെ പറയാം. അല്ലെങ്കിൽ കോൺജുഗേറ്റിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക, ട്രാൻസ്പോസ് ചെയ്യുക, കോൺജുഗേറ്റ്. ഓക്കെ, ട്രാൻസ്പോസ് ടു കോൺജുഗേറ്റ്, അത് ഏത് ഓർഡറിൽ വേണേൽ ചെയ്യാം. ട്രാൻസ്പോസ് എടുത്തിട്ട് കോൺജുഗേറ്റ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ ബ്രാസൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ മെട്രിക്സ് ആവും അത്. -2i 3i -4 ഇങ്ങനെ കോളം മെട്രിക്സ് എന്നുള്ളത് റോ മെട്രിക്സ് ആയിട്ട് മതി. ഇനി ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സ് എല്ലാ എലമെൻസിൻ്റെയും എന്താ പറയുക, ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാറ്റം. -2i എന്നുള്ളത് +2i ആയിട്ട് മാറും. ഇത് വെക്ടർ അല്ല, അയോട്ടയാണ് കേട്ടോ, അയോട്ട i ആണ്. അപ്പോൾ 2i ആയിട്ട് മാറും. 3+i എന്നുള്ളത് 3-i ആയിട്ട് മാറും. -4 റിയൽ നമ്പറാണ്, അപ്പോൾ അതിന് മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്. 2 3 -i -4 2 3 -i -4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള. മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ്. ദ ഡയമെൻഷൻ ഓഫ് ദ ഹിൽബർട്ട് സ്പേസ് ഫോർ എ സിസ്റ്റം ഓഫ് 2 നോൺ ഐഡൻറ്റിക്കൽ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസ് ഐഡൻറ്റിക്കൽ അല്ല. അപ്പോൾ രണ്ടാൾക്ക് ഒരേ ബേസ് അല്ല. സ്പിൻ ഹാഫ് പാർട്ടിക്കിളിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ ഇങ്ങനെ വരാം അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് സ്റ്റേറ്റുകൾ അതിന് വരാം, ശരിയല്ലേ. ഇവിടെ രണ്ട് നോൺ ഐഡൻറ്റിക്കൽ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ 2s+1 സ്റ്റേറ്റുകൾ. അതാണ് നമ്മളിപ്പോൾ 2 സ്റ്റേറ്റ്സ് പറഞ്ഞത്. 2 × 1/2 + 1 ദാറ്റ് ഈസ് 2 സ്റ്റേറ്റ്സ് ഉണ്ട്. അതിനെ റെപ്രസെൻ്റ് ചെയ്യണം. രണ്ട് പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് 2 × 2 സ്റ്റേറ്റ്സ് വരും, 4 സ്റ്റേറ്റ്സ് വരും. ആ 4 സ്റ്റേറ്റ്സും ഡിഫറൻ്റ് ആണ്. ഇവ രണ്ട് പാർട്ടിക്കിൾ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ആകെ 2 ബേസിസ് മതിയായിരുന്നു. പക്ഷെ രണ്ട് പാർട്ടിക്കിൾ നോൺ ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് 2 എണ്ണം പോരാ, 4 ബേസിസ് വേണം. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഡൈമെൻഷൻ നോക്കുമ്പോൾ 2s+1 (n). ഇവിടെ 2 × താഴെ എഴുതിയിട്ടുണ്ട് 1/2 + 1 രണ്ട് പാർട്ടിക്കിളുണ്ട്. അപ്പോൾ 4 ഉണ്ട്. അതിതാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്, ഇങ്ങനൊരു സ്റ്റേറ്റ്, ഇങ്ങനൊരു സ്റ്റേറ്റ്, ഇങ്ങനൊരു സ്റ്റേറ്റ്. 4 ഇൻഡിപെൻഡൻറ്റ് ബേസിസ് വെക്ടേഴ്സ് വേണം അത് കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ. അപ്പം ഓപ്ഷൻ ബി ആണ്. അടുത്ത MCQ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് എ ഹിൽബർട്ട് സ്പേസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്? ക്വാണ്ടം മെക്കാനിക്സിൽ ഹിൽബർട്ട് സ്പേസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഏതാണ്? എ ഫൈനൈറ്റ് ഡയമെൻഷണൽ റിയൽ വെക്ടർ സ്പേസ്, ആൻ ഇൻകംപ്ലീറ്റ് കോംപ്ലക്സ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഇൻകംപ്ലീറ്റ് അല്ല, കംപ്ലീറ്റ് ആണ്. എ കംപ്ലീറ്റ് ഇന്നർ പ്രൊഡക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ഹിൽബർട്ട് സ്പേസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്? എ കംപ്ലീറ്റ് കോംപ്ലക്സ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. കംപ്ലീറ്റ് ആണ്, കോംപ്ലക്സ് ആണ്, ഇങ്ങനെ തന്നെ പഠിക്കാം നിങ്ങൾക്ക്. കംപ്ലീറ്റ്, കോംപ്ലക്സ്, റിയൽ നമ്പേഴ്സ് മാത്രമല്ല കോംപ്ലക്സ് നമ്പേഴ്സ് വരാം.
അല്ലെങ്കിൽ ഫങ്ഷൻ സ്പേസ് എന്നൊക്കെ പറയും. കംപ്ലീറ്റ് കോംപ്ലക്സ് ഇന്നർ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഫങ്ഷണൽ സ്പേസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. എ സ്പേസ് വെർ ഓൾ വെക്ടേഴ്സ് ഹാസ് സീറോ നോ, അതൊക്കെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻകംപ്ലീറ്റ് എന്ന് തെറ്റാണ്. എ ഫൈനിറ്റ് ഡയമെൻഷൻ റിയൽ വെക്ടേഴ്സ്, റിയൽ അല്ല കോംപ്ലക്സ് ആണ്. പിന്നെ ഫൈനിറ്റ് ഡയമെൻഷണൽ എന്നുള്ളത് നിർബന്ധമില്ല, ശരിക്കും ഇൻഫിനിറ്റ് ഡയമെൻഷനിലും ആകാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ. എ ഹിൽബർട്ട് സ്പേസ്, ഇൻ എ ഹിൽബർട്ട് സ്പേസ് ടു വെക്ടേഴ്സ് ഗെറ്റ് ആൽഫ ആൻഡ് ഗെറ്റ് ബീറ്റ ആർ സെറ്റ് ടു ബി ഓർത്തോഗണൽ ഇഫ്. ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ ഇവരുടെ സ്കാലർ പ്രോഡക്റ്റ് 0 ആയിരിക്കണം. സ്കാലർ പ്രോഡക്റ്റ് 0 ആയിരിക്കണം. ആൽഫ ബീറ്റ ഷുഡ് ബി 0. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സ്കാലർ പ്രോഡക്റ്റ് 0 ആയിരിക്കണം. The set of all eigen functions of a Hermitian operator in Hilbert space forms a complete orthonormal set, അല്ലെങ്കിൽ ബേസിസ് ആയിട്ട് മാറും. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഹെർമീഷ്യൻ ഓപ്പറേറ്റർ നമുക്ക് പിന്നീട് നോക്കാം. ഇതിൽ വരുന്നത് തന്നെയാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഓപ്പറേറ്റേഴ്സിൽ വരുന്നതാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ എല്ലാ ദ സെറ്റ് ഓഫ് ഓൾ ഐഗൺ ഫങ്ഷൻസ് ഓഫ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഇൻ ഹിൽബർട്ട് സ്പേസ് ഫോംസ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ ബേസിസ് എന്നുള്ളതാണ്. അത് ഓർത്ത് വയ്ക്കാം. ഇത് ഒരു സ്റ്റേറ്റ് വെക്ടറിനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരു എ വെക്ടറിനെ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? A1i പ്ലസ് A2j പ്ലസ് A3k എന്ന് എഴുതല്ലേ? അത് തന്നെയാണ് ഇവിടെ കുറേ എണ്ണുള്ളതുകൊണ്ട് നമ്മൾ സമ്മേഷൻ ഉപയോഗിച്ചുള്ളൂ. സമ്മേഷൻ AI. പിന്നെ ഇവിടുത്തെ വെക്ടേഴ്സാണ് വരുന്നത്. വെക്ടേഴ്സ് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഐ ക്യാപ്പോ ജെ ക്യാപ്പോ കെ ക്യാപ്പോ, ജനറലി ഞാൻ ഐ ക്യാപ്പ് എന്ന് എഴുതട്ടെ. ഇത് മാറും, IJK വരാം അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ജനറലി ഇത് വേണമെങ്കിൽ E1 EI ക്യാപ്പ് എന്ന് എഴുതാം. വേർ ഈസ് ദ യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ഇത് മാറുന്നതനുസരിച്ച് മാറും അല്ലേ? AI എന്നോ അല്ലെങ്കിൽ AN എന്ന് എഴുതാം, AN EN എന്ന് എഴുതാം. അതേപോലെ ഇവിടെ കെറ്റ്സ് എന്ന് എഴുതുന്നത് ഒരു സ്റ്റേറ്റ് വെക്ടറിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? അവിടുത്തെ N എന്നുള്ളത് ബേസിസ് വെക്ടേഴ്സാണ്. സമ്മേഷൻ ഓവർ AN അല്ലെങ്കിൽ CN കോൺസ്റ്റൻറ്റിനെ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് ആകാം കേട്ടോ. C എന്നുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ആകാം. N ഇതാണ് ബേസിസ് വെക്ടേഴ്സ് N. അപ്പോൾ അർത്ഥം ഇതിൻ്റെ എക്സ്പാൻഷൻ C1 ഒന്നാമത് N1, N-ന് 1 കൊടുത്താൽ 1 പ്ലസ് C2. ഇതൊക്കെ സ്റ്റേറ്റ് വെക്ടറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് 2 പ്ലസ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ യൂക്ലിഡിയൻ സ്പേസിലുള്ള ഈ റെപ്രസെൻറ്റേഷൻ പോലെ തന്നെയാണത്. അപ്പോൾ ഇതിൽ CN എങ്ങനെയാണ് കിട്ടുക? നമ്മളിപ്പോൾ ഇവിടുത്തെ A2 കമ്പൗണ്ട് കിട്ടണമെന്നായിരിക്കും. A2 കമ്പൗണ്ട് കിട്ടണം നമ്മൾ J.A ചെയ്താൽ മതി. J.A ചെയ്യുമ്പോൾ എന്താ വരിക? J.A എന്ന് പറഞ്ഞാൽ എന്താ? A1i പ്ലസ് A2j പ്ലസ് A3k. രണ്ട് വെക്ടേഴ്സ് ഡോട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഐകൾ തമ്മിൽ ഡോട്ട് ചെയ്യും, ജെകൾ തമ്മിൽ ഡോട്ട് ചെയ്യും, കെകൾ തമ്മിൽ. അപ്പോൾ ഇവിടെ J ആയതുകൊണ്ട് ഇതല്ലേ വരിക, ഇത് തമ്മിലല്ലേ. അപ്പോൾ A2 എന്നല്ലേ വരിക, A2 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ A2 കിട്ടാൻ J.A ചെയ്താൽ മതി, J.A ദ വെക്ടർ ചെയ്താൽ മതി. അതേപോലെ ഇവിടെ N കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എന്താ പറയുക കമ്പൗണ്ട് കിട്ടണമെങ്കിൽ, ഇപ്പം മൂന്നാമത്തെ ബേസിസിൻ്റെ കമ്പൗണ്ട്സ് കിട്ടണമെങ്കിൽ C3 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 കൊണ്ട് സ്റ്റേറ്റ് വെക്ടർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ ഇങ്ങനെ ചെയ്യണം, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായ? അതേപോലെ ഇവിടെ nth CN കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് കറക്റ്റ് ആൻസർ. CN N ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്ടറിൻ്റെ കറസ്പോണ്ടിങ് കമ്പൗണ്ട് കിട്ടും. അത്രേ ഉള്ളൂ. 8th question, a Hilbert space is said to be separable if it. സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ഓർത്തോനോർമൽ ബേസിസ് എന്നുള്ളതാണ്. possesses a countable orthonormal basis എന്നുള്ളതാണ്. If an operator A on a Hilbert space satisfies A equal to A dagger. A dagger എന്ന് പറഞ്ഞാൽ ആ ചിഹ്നം ഡാഗർ എന്നാണ് പറയുക. ഡാഗർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. A വെക്ടറിൻ്റെ ട്രാൻസ്പോസ് എടുക്കും, കോഞ്ചുഗേറ്റും എടുക്കണം. ട്രാൻസ്പോസ് ടു കോഞ്ചുഗേറ്റ് ആണ്. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് നമ്മൾ പറയും ട്രാൻസ്പോസ് ടു കോഞ്ചുഗേറ്റ് ആണ്. എക്സാക്ട്ലി വെറുതെ ഒരു കോഞ്ചുഗേറ്റ് മാത്രമല്ല, ട്രാൻസ്പോസ് ചെയ്യണം, കോഞ്ചുഗേറ്റ് എടുക്കണം. റോ ആണെങ്കിൽ കോളാക്കണം, എന്നിട്ട് കോഞ്ചുഗേറ്റ് എടുക്കണം. അതിന് നമ്മൾ ഈ എ ഡാഗറിൻ്റെ വേറൊരു പേരാണ് സെൽഫ് അഡ്ജോയിൻറ്റ് എന്ന് വിളിക്കാം കേട്ടോ. A ഈക്വൽ ടു എ ഡാഗർ. A ഈക്വൽ ടു എ ഡാഗർ ആണെങ്കിൽ അത് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയാം. ആ ഓപ്പറേറ്ററിനെ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്നാണ് പറയാം.
എ സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ഫോംസ് എ ഹിൽബർട്ട് സ്പേസ്. അപ്പോൾ ഹിൽബർട്ട് സ്പേസിലെ ഫങ്ഷൻസ് എല്ലാം സ്ക്വയർ ഇൻ്റഗ്രബിൾ ആയിരിക്കണം. What is the inner product defined in Hilbert സ്പേസിലെ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ ഇൻ്റഗ്രേഷൻ വെച്ചുള്ള ഡെഫിനിഷൻ ഇതാണ്, ബി ആണ്. ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി ഫംഗ്ഷൻ്റെ കോൺജുഗേറ്റ് എഫ് സ്റ്റാർ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഇന്നർ പ്രൊഡക്റ്റ് ഡെഫിനിഷൻ. അതങ്ങനെ തന്നെ പഠിക്കണം. ഇൻ്റഗ്രൽ -∞ to ഇൻഫിനിറ്റി എഫ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എഫ് കോൺജുഗേറ്റ്, എഫ് ഓഫ് എക്സിൻ്റെ കോൺജുഗേറ്റ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. വാട്ട് ഹാപ്പൻസ് ടു എ കോഷി സീക്വൻസ് സെറ്റ് ഓഫ് എക്സ് എൻ, സ്റ്റേറ്റ് വെക്ടേഴ്സ് എക്സ് എൻ ഇൻ എ സ്പേസ് ദറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്? ഈ കോഷി സീക്വൻസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിംഗ് കോഷി സീക്വൻസ് കംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോൾ എക്സ് റേസ് 0 പോളിനോമിയൽ സ്പേസ് ആണ്. ഇത് കംപ്ലീറ്റ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഫിനിറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ നേരത്തെ ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ പറഞ്ഞില്ലേ, ഇ റേസ് ടു എക്സിൻ്റെ 1 + x/1 ഫാക്ടർ + x² 2 ഫാക്ടർ, ഇത് ഇൻഫൈനറ്റ് ആയിട്ട് പോകുമ്പോൾ കിട്ടുന്ന എലമെൻറ്റ് ഈ സ്പേസിൽ ഉണ്ടാവില്ല. ദ സീക്വൻസ് മേ കൺവേർജ് ടു എ ലിമിറ്റ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ സ്പേസ്. അതാണ് ശരിക്കും എന്താ പറയുക, കംപ്ലീറ്റ് അല്ല എന്നുള്ളതിൻ്റെ മീനിങ്. മനസ്സിലായി? കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ സ്പേസിൽ ഇല്ലാത്തൊരു ഇതാണ് വരിക. ഇപ്പോൾ നമ്മൾ പൈ നോക്കുകയാണെങ്കിൽ പൈ 3.14 അല്ലേ, 3.1 എന്ന് എഴുതാം, 3.14 എന്ന് എഴുതാം. പിന്നെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. പൈയുടെ വാല്യൂ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് പൈയുടെ വാല്യൂ നോക്കുകയാണെങ്കിൽ, എനിക്ക് 2 ഡെസിമൽ ഓർമ്മയുള്ളൂ. പൈ 3.14, പിന്നെ 3. അടുത്തൊരു ഡെസിമൽ കൂടി എഴുതുന്നുണ്ട്, പിന്നെ 1 വരുന്നുണ്ട്, 3.1415 വരുന്നുണ്ട്, പിന്നെ 3.1415 ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ 3.14 നമുക്ക് 314/100 എന്ന് വേണേൽ എഴുതാം അല്ലേ. ഇതിന് 33141/1000 എന്ന് എഴുതാം. ശരിയല്ലേ? ഇതൊക്കെ റാഷണൽ നമ്പേഴ്സാണ്. P/Q ഫോമിൽ എഴുതാവുന്ന എല്ലാം റാഷണൽ നമ്പേഴ്സാണ്. പക്ഷേ ഇത് ഇൻഫൈനറ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് പൈ കിട്ടും. ദറ്റ് പൈ ഈസ് നോട്ട് എ റാഷണൽ നമ്പർ, ഇറ്റ് ഈസ് എൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ ഇത് പെടില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കോഷി സീക്വൻസ് ഇങ്ങനെ പോകുന്ന ആ സീക്വൻസ് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. കാരണം ഇത് ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് പോകുമ്പോൾ വരുന്ന പൈ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ഈ കംപ്ലീറ്റ്നെസ്സിൻ്റെ മനസ്സിലായ മീനിങ്. അതാണ് കംപ്ലീറ്റ്നെസ്. വേണമെങ്കിൽ ആ പൈയും കൂടി ഇതിൽ വരണം. മനസ്സിലായി? അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സൈൻ എക്സും ഈ ഇതേപോലത്തെ പൈയും അല്ലെങ്കിൽ കോസ് എക്സും ഈ റേസ് ടു എക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്പേസാണ് കോംപ്ലക്സ് കംപ്ലീറ്റ് അല്ല ഇന്നർ പ്രൊഡക്റ്റ് ഫങ്ഷണൽ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫങ്ഷൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ഫങ്ഷൻസിൻ്റെ കൂടി ഒരു സ്പേസ്. അതാണ് ഹിൽബർട്ട് സ്പേസ് എന്നുള്ളത്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ വേവ് ഫങ്ഷൻസൊക്കെ ഈ ഹിൽബർട്ട് സ്പേസിലെ മെമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ 9846222044. ഓക്കെ, താങ്ക് യു.